അത് നമ്മളെ ഊർജം തരും. ആ ഊർജമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അതേമാതിരി തന്നെ ഈ പറയുന്നത് നമ്മുടെ ദൈവം, അത് ഏത് ഭാഷയിൽ ആര് വിളിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു എന്ന് പറഞ്ഞാലും ഭഗവാൻ എന്ന് പറഞ്ഞാലും എന്താണെങ്കിലും അത് ഞങ്ങളുടെ മേലിൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. അത് ഡെഫിനിറ്റാണ്. അല്ലെങ്കിൽ ഞാൻ സർവൈവ് ചെയ്യില്ല. അപ്പോൾ അത് ഡെഫിനിറ്റ്ലി. അതേമാതിരി തന്നെ ഓരോ സമയത്തും എനിക്ക് കുറേ ഫ്രണ്ട്സിനെ തരുന്നു. ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറയിൽപ്പെട്ടതാണ് മിസ്റ്റർ ബോണിയും പ്രവീണും, അങ്ങനെ ആ ശിവപ്രസാദും, ഇപ്പം നേരത്തെ പറഞ്ഞ പേരുകളെല്ലാം തന്നെ. ആ കോൺഫിഡൻസാണ് ഇന്ന് പ്രേക്ഷകരും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കാലത്തേക്ക് മലബാർ നോക്കുന്ന ഒരാൾ കേട്ട് കഴിഞ്ഞാൽ സിബി സാറിൻ്റെ പേര് കാണുമ്പോൾ കൈയടിക്കുന്നു, വിദ്യാജിയുടെ പേര് കാണുമ്പോൾ കൈയടിക്കുന്നു, മോഹൻലാലിൻ്റെ പേര് കാണുമ്പോൾ കൈയടിക്കുന്നു. പക്ഷേ ഇപ്പോഴും കാലിക്കറ്റിൽ, അത് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ പേര് കാണിച്ചപ്പോൾ കൈയടിച്ചു. അതെനിക്കറിയില്ല. ഒരു തമിഴ് സിനിമയിൽ പറയുന്ന പോലെ ഞാൻ വീഴുവനെന്ത് നനത്തായി എന്ന് വെച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ വീഴുന്നു നിങ്ങൾ വിചാരിച്ചു. ശരിക്കും അങ്ങനെ ഒരു ഇത്രയും വലിയൊരു ലോസ് ഉണ്ടായിട്ടും സിയാദ് ഇന്നും ഇപ്പം ഈ ഇരിക്കുന്ന എല്ലാവരും ഇപ്പോഴും സിനിമയിലുണ്ട്. 24 വർഷം കഴിഞ്ഞിട്ടും സിയാദ് പടം ലാസ്റ്റ് പടം ഇറങ്ങിയിട്ട് അധികകാലമായിട്ടില്ല. ഞാനിപ്പോൾ ഒരു പടം അഭിനയിച്ച് വന്നിട്ട് അധിക സമയം ആയിട്ടില്ല. സിബിസാറിൻ്റെ പടങ്ങൾ, വിദ്യാജി ഇപ്പോഴും പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേര് സർവൈവ് ചെയ്തില്ലേ? അപ്പോൾ അത് അന്ന് പരാജയപ്പെട്ട ആളുകൾ വീണ്ടും ഒരു പ്രൊഡക്റ്റുമായിട്ട് വരുമ്പോൾ കൈയടിക്കില്ലേ? അതിനകത്ത് എന്താണ് സിയാദ് അല്ലേ? അല്ല, സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. എനിവേ, വൺസ് അഗെയിൻ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ശരിക്കും സുധേങ്ങളാണെങ്കിലും വിദ്യാസാഗർ സാറാണെങ്കിലും ഇറ്റ്സ് മോർ ലൈക്ക് ഫാമിലി. ഞാൻ ഈ സിനിമ ദേവദൂതൻ ഷൂട്ടർ സഹകരിച്ച് എന്നും ആ ഒരു സ്നേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് തിങ് പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് 24th December 2000, അതായത് ഈ സിനിമയുടെ ഫൈനൽ പ്രിൻ്റൊക്കെ എടുത്ത് ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് തിരിച്ച് ട്രെയിൻ കയറാണ്. അപ്പം അന്നൊക്കെ ഈ പ്രിൻ്റാണല്ലോ. അപ്പോൾ എന്നും ഈ റിലീസിൻ്റെ തലേ ദിവസം ആണ് പ്രിൻ്റൊക്കെ എടുത്ത് ട്രെയിൻ കയറി ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ പപ്പയായിട്ട് ഞങ്ങൾ ട്രെയിനിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. പ്രിൻ്റൊക്കെ ആ ട്രെയിനിൽ ലോഡഡാണ്, രാവിലെ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം തിയേറ്റേഴ്സിലോട്ടൊക്കെ എത്തിക്കാൻ. അപ്പോൾ പപ്പ എന്നോട് പറയുന്നുണ്ട്, നാളെ ഫ്രൈഡേ ആണ്, അപ്പോൾ ഞാൻ വരില്ല, എനിക്ക് പള്ളിയിൽ പോകണം, നിങ്ങൾ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ പടം കാണണം. പടം കണ്ടിട്ട് പപ്പ തിരിച്ചു വരുമ്പോൾ പടം ഹിറ്റാണ് എന്ന് പറയണം. പക്ഷേ അന്ന് പറയാൻ പറ്റാഞ്ഞത് 24 ഇയേഴ്സിന് ശേഷം ഞാൻ പറയാണ്, പടം ഹിറ്റാണ്. ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ, ഞങ്ങൾക്ക് ഇതുപോലെയുള്ള അസോസിയേഷൻസ് ഉണ്ടാവാനും സിബങ്ങളോടും രഘുവങ്ങളോടും വിദ്യാസാഗർ സാറിനോടും പിന്നെ കൂടെ നിന്ന ലാൽ സാറ്, ആൻ്റണി ചേട്ടൻ, എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകം ഇപ്പം പറയേണ്ടത് ഫോക്കസ് മീഡിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇതാണെങ്കിലും എൻ്റെ ഒപ്പം എന്താ പറയുക, അതിൻ്റെ താങ്ങും തണലുമായി നിൽക്കുന്ന പ്രവീൺ, ബോണി, ശിവപ്രസാദ്, ഇവരോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.